ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബസൂക്കയെക്കുറിച്ചാണ്. ബസൂക്കയുടെ രണ്ടാമത്തെ പ്രൊമോഷണൽ വീഡിയോ ആണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബസൂക്കയുടെ വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പം നമുക്ക് ബസൂക്കയുടെ പ്രൊമോഷനാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് നമ്മൾ എമ്പുരാന് വേണ്ടി പ്രൊമോഷൻ കൊടുത്തിരുന്നു. അത് നല്ല രീതിയിൽ നമ്മൾ ഒരു ഫാൻസിൻ്റെ ഒരു ഇത് നോക്കാതെയാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് പ്രൊമോഷൻ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ബസൂക്കയ്ക്കും നല്ല രീതിയിലുള്ള പ്രൊമോഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ബസൂക്കയെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഡയറക്ടറാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ഡീനോ ഡെന്നിസ് ഒരു സിനിമയെക്കുറിച്ച് ഒരു അറിവ് പോലും ഇല്ലാത്ത സ്വന്തം പിതൃത്വത്തിൽ നിന്നും സിനിമയിലോട്ട് കടന്നു വന്ന ഒരാളാണ്. കാരണം ഇത് നമുക്ക് അറിയാന്നുള്ളതുപോലെ കലൂർ ഡെന്നീസിന്റെ മകനായ ഡിനോ ഡെന്നീസ് മമ്മൂട്ടിയോട് കഥ പറയാൻ ചെന്നപ്പോൾ മമ്മൂട്ടി അവനെ ആദ്യം ഓടിച്ചോടിയാണ് ചെയ്തത്. പിന്നെ കഥ കേൾക്കണമെന്ന് നിർബന്ധിച്ചതിന് ശേഷമാണ് മമ്മൂട്ടി കഥ കേട്ടതിന് ശേഷം മമ്മൂട്ടിക്ക് മനസ്സിലായി ഇവന്റെ മനസ്സിൽ ഇതിന്റെ ഓരോ ഷോട്ടും ഇവന്റെ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇവൻ തന്നെ അത് ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം മമ്മൂട്ടി എടുത്ത് പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഡിനോ ഡെന്നീസ് സംവിധാനത്തിലോട്ട് കടന്നത് തന്നെ. അപ്പം ഇതിനു മുമ്പ് നമുക്കറിയാവുന്നതുപോലെ പല പ്രമുഖ മലയാളത്തിലെ ഡയറക്ടേഴ്സിനെയും കൊണ്ടുവന്നത് മമ്മൂട്ടിയാണ്. ഇന്നത്തെ കാലത്ത് കത്തി നിൽക്കുന്ന അമൽ നീരദ് ആണെങ്കിലും ശരി, അൻവർ റഷീദ് ആണെങ്കിലും ശരി, അങ്ങനെ എത്ര ഡയറക്ടേഴ്സ് നമുക്ക് വിരലിലെണ്ണാൻ കഴിയാത്തത്ര ഡയറക്ടേഴ്സിനെ മമ്മൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ലാലേട്ടൻ പോലും ഒരു പുതുമുഖ സംവിധായകന് ഡേറ്റ് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 10 വർഷത്തിൽ ഒരിക്കലായിരിക്കും ഒരു പുതുമുഖ സംവിധായകൻ ഡേറ്റ് കൊടുക്കുന്നത്. അത് ഏത് സംവിധായകനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ആലോചിച്ച് കണ്ടെത്താൻ പറ്റില്ല. കാരണം ആ സിനിമ അത്രത്തോളം പരാജയമായിരിക്കും. പക്ഷേ കഴിവ് കണ്ടെത്തി, ഒരാളിൻ്റെ ഉള്ളിലുള്ള കഴിവ് കണ്ടെത്തി അയാളെ വിശ്വസിച്ച് ഒരു സിനിമ ഏൽപ്പിക്കുന്നതിൽ മമ്മൂട്ടിയുടെ വിദഗ്ധത്വം വേറെ ഒരു നടനിലും നമ്മൾ കണ്ടിട്ടില്ല. കാരണം അത്രത്തോളം പുതുമുഖ ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുത്തിട്ടുള്ള ഒരു നടനാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അത് യാതൊരു ഫാൻസുകാർക്കും അതിനെ എതിർത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ട് പോലും അൻവർ റഷീദിന്റെ രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് അൻവർ റഷീദിനെ സംവിധാന രംഗത്തേക്ക് കൊണ്ടുവന്ന് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചു. അങ്ങനെ ഒരു പുതുമുഖ സംവിധായകനെ കൊണ്ടുവന്ന് ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു സിനിമയോ ഒരു സംവിധായകനെ കൊണ്ടുവരികയോ മോഹൻലാൽ ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ പുതുമുഖ സംവിധായകനിലെ കഴിവ് തിരിച്ചറിഞ്ഞ് അവരെ വേഷം കൊടുക്കുവാനുള്ള കഴിവുണ്ട്. ജോഫിൻ ടി ചാക്കോ ഉദാഹരണം. ദി പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലൂടെ മമ്മൂട്ടിയാണ് കൊണ്ടുവന്നത്. ഇപ്പം പുള്ളി രേഖാചിത്രം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് പുതുമുഖ സംവിധായകന്മാരെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നറിയാം. മമ്മൂട്ടിയും ഒരു പുതുമുഖ സംവിധായകനും മമ്മൂട്ടിയും കൂടെ ചേർന്ന് വന്നിട്ട് അൾട്ര ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പടമില്ല. നമുക്ക് അങ്ങനെ അഥവാ നമുക്ക് പറയണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ അറിവിലുള്ളത് നമ്മുടെ രമേശ് പിഷാരടിയുടെ ആദ്യ പടം എന്ന് പറയുന്നത് പഞ്ചവർണ്ണ തത്തയാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടാമത്തെ പടമാണ് മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു പടം ഇറക്കിയായിരുന്നു. അതിൻ്റെ പേര് എന്തോ പുള്ളിക്കാരൻ സ്റ്റാറാ. അത് ഒരു പരാജയ ചിത്രമായിരുന്നു. അത് രണ്ടാമത്തെ സിനിമയാണ്. അങ്ങനെ പുതുമുഖ സംവിധായകനെ മമ്മൂട്ടി കൊണ്ടുവന്നതിന് ശേഷം ഒരു പടം പരാജയപ്പെടുക എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലിടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതുമുഖ സംവിധായകനെയാണ് മമ്മൂട്ടി ബസൂക്കയിലൂടെ അവതരിപ്പിക്കുന്നത്. ഒരു പുതുമുഖ സംവിധായകൻ എന്ന് പറഞ്ഞാൽ പോലും ഒരു പുതുമയുള്ളൊരു ആശയമാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ജേണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് തന്നെ ഒരു ഗെയിം ത്രില്ലർ എന്ന് പറഞ്ഞ ജേണർ മലയാളത്തിൽ അപൂർവമാണ്. അപ്പോൾ മലയാളത്തിൽ ഇംഗ്ലീഷ് സിനിമകൾ പോലുള്ള കുറേ സിനിമകളിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഇതുവരെ ഗെയിം ത്രില്ലർ എന്ന് പറയുന്ന ജേണറിൽ സിനിമകൾ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ജേണർ എന്താണെന്ന് പോലും മലയാളികൾ കറണ്ട സാഹചര്യത്തിൽ ഒരു സിനിമ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ സിനിമ എടുത്തിരിക്കുന്ന ആസ്പെക്ട് റേഷ്യോ പോലും വ്യത്യസ്തപ്പെട്ടതാണ്. അത് സിനിമ തിയേറ്ററിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു പുതുമുഖ ഡയറക്ടർ മമ്മൂട്ടിയെ വെച്ച് ഫാൻ ബോയ് മൂവ്മെന്റിൽ ഒരു സിനിമ ചെയ്ത് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ അതിന്റെ ടീസർ വന്നപ്പോഴും ട്രെയിലർ വന്നപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആഘോഷമായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ റിലീസിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. പല പ്രാവശ്യം ഈ സിനിമയുടെ റിലീസ് നീട്ടി വെച്ചെങ്കിൽ ഇപ്പോഴും ആളുകൾ ആ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം അതിന്റെ ഹൈപ്പ് ഇപ്പോൾ കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ്. കാരണം 5 മില്യൺ ആൾക്കാരാണ് അതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ഇതുവരെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ അല്ലെങ്കിൽ ഏറ്റവും മികച്ച സിനിമ ആയിരിക്കുമെന്ന് മലയാളികൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയ്ക്ക് പ്രൊമോഷൻസ് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ അതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്, എല്ലാവർക്കും അറിയാവുന്നതുപോലെ. അപ്പം ഈ ബസൂക്ക എന്ന് പറയുന്ന സിനിമയെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ട്രെയിലർ കൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെ ഇത് ഏപ്രിൽ 10 റിലീസിന് എത്തുമ്പോഴത്തേക്ക് ഈ സിനിമ ബാക്കിയുള്ള സിനിമകളുടെ തലവര തന്നെ മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.